ചില പോലീസുകാർക്ക് മേനോൻ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സിൽ തൊട്ടാൽ വരെ ഒരു വല്ലാത്ത തരം പൊള്ളൽ. ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മീഡിയ ഓൺ ചാനലിലൂടെ കണ്ടതാണ്. SFIയുടെ ഇന്നിപ്പോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ PM ശ്രീക്കെതിരായിട്ടുള്ള പ്രതിഷേധം. അതിനിടയിലാണ് സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് പിള്ളേർ വലിച്ചു കീറിയതും. അത് വലിച്ചു കീറിയതും ഒരു ഏമാൻ ഓടിക്കൊണ്ട് വന്നിട്ട് അടിക്കാൻ ഓങ്ങുകയാണ്. ഈ ഫ്ലെക്സ് വലിച്ചു കീറുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ തലസ്ഥാനത്ത് ആദ്യ സംഭവമാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ എന്തോരം ഫ്ലെക്സുകളാണ് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ വലിച്ചു കീറിയിട്ടുള്ളത്, കത്തിച്ചിട്ടുള്ളത്, കരിയോയിൽ ഒഴിച്ചിട്ടുള്ള പല ആചാര പരിപാടികൾ നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അതിന്റെ പേരിൽ കൈയേറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ മേനോൻ മുഖ്യമന്ത്രിയുടെ ഫാൻസുകാരായിട്ട് നിന്നിട്ട് ഫ്ലെക്സ് തൊട്ടതിന്റെ പേരിൽ പിള്ളേരെ വളഞ്ഞിട്ട് തല്ലുന്ന ഒരു സാഹചര്യം. കണ്ടില്ലേ, എന്തൊരു ആത്മാർത്ഥതയാണ് ആ ഏമാൻ. കുട്ടികൾ ഫ്ലെക്സ് വലിച്ചു കീറുന്നത് പ്രതിഷേധത്തിനിടയിലൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതൊന്നുമല്ല. അതൊരു ക്രമസമാധാന പ്രശ്നമല്ല. സ്വാഭാവികമായിട്ട് അവരത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി കീറും, ആ ബഹളമൊക്കെ അങ്ങ് കടന്നുപോകും. പക്ഷെ അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് എടുക്കുന്നതെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ലാത്തി ഓങ്ങി അടിക്കാൻ പോകുന്നത് എന്തിനാ? മുഖ്യമന്ത്രി ആരാണ്? ഈ പറയുന്ന പോലീസ് ഏമാന്റെ കൊച്ചച്ഛനെങ്ങാനാണോ? അല്ലല്ലോ. അപ്പോ അങ്ങനെയുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ വന്നിട്ട് മര്യാദയ്ക്ക് പൊയ്ക്കോളണം, മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് എന്ന് അതിന്റെ മുന്നിൽ പോയി വിളക്ക് കത്തിച്ച് പൂജിക്കണമെന്നുണ്ടെങ്കിൽ ആ ഏമാന് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് ആ മുഖ്യമന്ത്രി ചെയ്യുന്ന ചില കൊള്ളരുതായ്മകൾ, വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ചെയ്ത പ്രവൃത്തികൾ ഇന്നിപ്പോ SFIക്കാർ ചെയ്യുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഉള്ളിലെ ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രശ്നമാണ്. അതിൽ പോലീസ് കുപ്പായം ഇട്ടിട്ട് അത് ചെയ്ത പിള്ളേർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സിൽ തൊട്ട് എന്തിന് എന്ന ചോദ്യത്തിൽ അടിക്കുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിള്ളേരുടെ തലയിൽ ഉൾപ്പെടെ ലാത്തി ഓങ്ങി അടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പുതിയ സർക്കാർ വന്നതിന് ശേഷം പല നിയമനങ്ങളും വേണ്ടപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. ആ വേണ്ടപ്പെട്ടവർക്ക് നേതാക്കന്മാരോടുള്ള സ്നേഹം ഫ്ലെക്സിനെ പോലും തൊടാൻ പാടില്ലാത്ത മനോഭാവത്തിൽ എത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണ്. ഇത്തരം പ്രവർത്തികൾ അനാവശ്യമായിട്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കത്തേയുള്ളൂ. അനാവശ്യമായിട്ട് ഇതിന്റെ പേരിൽ തല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെളിവാക്കുകയാണ്. ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ആ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു പൊതുമുതലുമല്ല. സാധാരണഗതി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഫ്ലെക്സുകളും ഈ കട്ടൗട്ടുകളൊന്നും വയ്ക്കാൻ പാടില്ല എന്ന കോടതി ഉത്തരവുമുണ്ട്. അതുകൂടി ലംഘിച്ചാണ് അത് വച്ചിരിക്കുന്നത്. അത് വലിച്ചു കീറിയപ്പോ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ പൊള്ളല് ഒരു സാധാരണ പൊള്ളലല്ല, അത് ഉള്ളിലെ രാഷ്ട്രീയക്കാരന്റെ പൊള്ളലാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്.